അടുത്തത് ഡെറിവേറ്റീവ്സിൽ 3 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനും ചോദിക്കും, 1 മാർക്കിനും ചോദിക്കും. ഫോർ എക്സാമ്പിൾ, അതായത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസിയേഷൻ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും കൂടിക്കഴിഞ്ഞ് കിടക്കുന്ന 1 മാർക്കിനും ചോദിക്കും കേട്ടോ. 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, x² + y² = 6. ഇതിന്റെ ഡെറിവേറ്റീവ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഈ സാധനം തരും. ഫൈൻഡ് ദ ഡെറിവേറ്റീവ്, അതായത് എക്സും വൈയും ഒക്കെ മിക്സ് ആയിട്ട് ഉള്ള ഒരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ x² ഡെറിവേറ്റീവ് എന്താ? 2x പ്ലസ് ഇവിടെ x അല്ല y ആണ്. അപ്പോൾ y² ഡെറിവേറ്റീവ് 2y ആണ്. കഴിഞ്ഞിട്ടില്ല. എക്സിൻ്റെതാണെങ്കിൽ 2x നിർത്താം. എക്സ് അല്ല വേറെ എന്ത് തന്നെയാണെങ്കിലും അതിനെ നമ്മൾ ആ ഒരു ഫോർമാറ്റിൽ 2x കിട്ടിയ പോലെ ഇവിടെ 2y കിട്ടി. അതായത് y² എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് 2 × y⁻² - 1 ദാറ്റ് ഈസ് 2y. ഓക്കെ, ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ് dy/dx = 6ൻ്റെ ഡെറിവേറ്റീവ് 6 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഒറ്റ പ്രൊസീജിയറേ ഉള്ളൂ. എക്സിനെ നമ്മൾ അതേപോലെ തന്നെ ഡിഫറൻസിയേഷൻ ചെയ്യുന്നു, വൈനെ നമ്മൾ അതേപോലെ തന്നെ ചെയ്യുന്നു. പക്ഷേ വൈൻ്റെ കൂടെ ഒരു dy/dx എഴുതി കൊടുക്കണം = 0. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് dy/dx ആണ്. dy/dx = എന്ന് പറഞ്ഞൊരു ആൻസറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ 2y dy/dx അവിടെ വെച്ചിട്ട് 2x ഞാൻ അപ്പുറത്തേ ഉണ്ട്, ദാറ്റ് ഈസ് -2x. ഓക്കെ, ഇനി dy/dx എന്ന് പറഞ്ഞാൽ -2x/2y. 2ഉം കട്ടാവും, ബാക്കി -x/y. ഇതാണ് ആൻസർ. ഇത് 1 മാർക്കിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി സിമിലർ ടൈപ്പ് പ്രോബ്ലം 3 മാർക്കിന് ചോദിക്കും. അതെങ്ങനെയാണ്? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. 3 മാർക്കിന്, 1 മാർക്കിനും 3 മാർക്കിനും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടുണ്ടാവും. 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, x² + ഒരു xy + y² = 0. ഓക്കെ, ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് x² + xy + y² = 0. ഓക്കെ, അപ്പോൾ സിമിലർ മെത്തേഡ് ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 1 2 3 ടേംസ് ഉണ്ട്. ഇതിൽ ഒരൊറ്റ x² നമുക്ക് x⁻n ഫോമിലാണ്. സോ ഇറ്റ് ഈസ് x2x വരും. പ്ലസ് ഇവിടെ എക്സും വൈയും ഉണ്ട് അല്ലേ? അപ്പോൾ 2 ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് ആണ്. x × y ആണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. x × d/dx of y പ്ലസ് y × d/dx of x പ്രൊഡക്റ്റ് റൂളായി. പ്ലസ് എന്താ വരിക? y² ഡെറിവേറ്റീവ് 2y കഴിഞ്ഞിട്ടില്ല, y-ൻ്റെത് dy/dx = 0. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ 2x + x × dy/dx പ്ലസ് y × d/dx of x എന്തായിരുന്നു? 1 ആണ്. പ്ലസ് 2y × dy/dx = 0. ഓക്കെ, അപ്പോൾ 2x. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ x dy/dx ഉള്ള ടേമുകളൊക്കെ അവിടെ വെക്കുക, മറ്റേനപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ എന്താ x dy/dx അവിടെ വെച്ചു, പ്ലസ് 2y dy/dx അവിടെ വെച്ചു. ഓക്കെ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് 2x അപ്പുറത്തേക്ക് പോകുമ്പോൾ -2x ആയി. ഇവിടെ y × 1 y ആണ്, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ -y. കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ dy/dx ഞാൻ ഔട്ട് സൈഡ് എടുക്കുകയാണ്. ബാക്കി ഇവിടെ x, ഈ ടേമിൽ എക്സും ഇവിടെ 2y മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, = -2x -y. ഇനി dy/dx = എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ വരിക? dy/dx = -2x -y/ ഇത് പുറത്തേക്ക് പോകുമ്പോൾ /(f(x) + 2y) ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇത് 1 മാർക്കിനും 3 മാർക്കിനും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കുക. ഓക്കെ.